നോക്കൂ, ഇത് സംഘപരിവാർ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ദേവസ്വമാണെങ്കിലും ഇവിടെ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റോട്ടുണ്ട്. അതിനാണ് നമ്മൾ ശരിക്കും എക്സ്പോസ് ചെയ്യേണ്ടത്. അതിപ്പം എന്താ പറയുക, അയോധ്യ ക്ഷേത്രമാണെങ്കിലും ശബരിമല ആണെങ്കിലും അവിടെ നടന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. അപ്പൊ അത് ട്രസ്റ്റിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണെങ്കിലും ഇവിടെ ശബരിമല വിഷയം വന്നു കഴിഞ്ഞാൽ ബേർഡൻ ഓഫ് പ്രൂഫ് കോടതിക്കാണ് എന്ന രീതിയിലാണ് ഞാൻ കുറെ വാദങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ സയന്റിഫിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, അതായത് ഈ സ്പേസ് സെന്ററിലേക്കും അല്ലെങ്കിൽ നമ്മുടെ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്കൊക്കെ അയച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, അതിന്റെ ഡോക്യുമെന്റ്സ് ഒരു അതിന്റെ പേപ്പർ ട്രെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ കോപ്പർ പ്ലേറ്റ്സ് എന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ എഴുതിയിട്ടുണ്ട്, ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ഐഡൽസിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പ്രൂഫ്, പിന്നെ ഈ വെയിറ്റ് റെക്കോർഡ് ചെയ്യാതിരിക്കുക, 4.5 kg മിസ്സായി പോവുക, ഇതൊക്കെ വലിയ രീതിയിൽ എന്താ പറയാ ഒരു പ്രൂഫാണ്. അപ്പൊ അത് എന്താ പറയാ, അതൊക്കെ എന്താ പറയാ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാദങ്ങളും, എന്നിട്ട് കോടതി വേണം ഇത് മൊത്തം കൊണ്ടുവരിക, അല്ലെ കോടതി തെളിയിക്കട്ടെ, അല്ലെ കോടതി പറയട്ടെ എന്ന രീതിയിലേക്ക് കോടതിയെ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഈ അയോധ്യ വിഷയം എടുത്തു നോക്കിയാലോ, അവിടെ എല്ലാം നമുക്ക് അറിയാം. സംഘപരിവാറിന്റെ കൊള്ള, സംഘപരിവാർ അതിൽ ഇൻവോൾവ് ആണ്, സംഘപരിവാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. മോദി എന്താണ് വന്ന് പ്രസംഗിച്ചത്, അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കില്ലേ? എന്താ അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത്? അന്വേഷണം നടക്കുന്ന വരെ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൂടാ? അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക, ഒരു ആന്റി BJP നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു ആന്റി സംഘപരിവാർ നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും അതിലേക്ക് സംഘപരിവാറിനെ പെട്ടെന്ന് ഡ്രാഗ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാധാരണ രീതി. അതായിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് പോയിന്റ് എന്ന് വെച്ചാൽ മിഥുൻ, ഇപ്പം സംഘ് പ്രധാനമായും പറയുന്നത് വിശ്വാസികളുടെ കയ്യിലല്ല, അവിശ്വാസികളുടെ കയ്യിലാണ്, കമ്മ്യൂണിസ്റ്റുകളുടെ കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. എന്നിട്ട് അതിൻ്റെ വിഹിതമൊക്കെ എടുത്ത് മറ്റാർക്കോ കൊടുക്കുന്നുള്ള വ്യാജപ്രചരണം പോലും ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാലോ. എന്നിട്ട് പറയുന്നത് വിശ്വാസികളെ ഏൽപ്പിക്കൂ, വിശ്വാസികളെ ഏൽപ്പിക്കുന്നു, സംഘ് പറഞ്ഞ സംഘിനെ ഏൽപ്പിക്കുന്നതാണല്ലോ എന്നാണ് മലയാളം അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ ഇതിൻ്റെ ഒരു ഉത്തമരാണ്. ഈ ക്ഷേത്രങ്ങൾ എങ്ങനെ നടത്തണമെന്ന കാര്യത്തിൽ ഉത്തമരായ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ സർക്കാർ കൊള്ളയടിക്കുകയാണ്. എന്നിട്ട് അവരെ ഏൽപ്പിച്ച ഒരു വലിയ ക്ഷേത്രമാണല്ലോ, അവരുണ്ടാക്കിയ ഒരു ക്ഷേത്രം, അവർ റൺ ചെയ്യുന്ന ഒരു ക്ഷേത്രം. അതിനകത്ത് അവർക്ക് ഒരു നിലയ്ക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ലാന്ന് മാത്രമല്ല, അവരുടെ തന്നെ പ്രധാനികൾ അതിലെ കൊള്ളയ്ക്ക് പ്രധാന ആളുകളായി നിൽക്കുന്നു, കാര്യകർത്താക്കളായി നിൽക്കുന്നു വിവരം പുറത്തു വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ചോദിക്കുകയാണ്. സംഘിൻ്റെ ഒരു വലിയ ഒരു മുദ്രാവാക്യം, ഒരാവശ്യം, ഒരു നെറേറ്റീവ് പൊളിയാണോ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ നന്നായി നടത്താമെന്ന് പറഞ്ഞ പരിപാടി തട്ടിപ്പാണെന്ന് അതിന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞത്. അങ്ങനെ ഒരു ബ്ലോക്ക് സംഘിനുണ്ടോ ചോദിക്കുക ഞാൻ. അല്ല, ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കാൻ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് സംഘത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ UP സർക്കാരിന്റെ കീഴിലോ കേന്ദ്രത്തിന്റെ കീഴിലോ ഒന്നുമല്ല. അത് ട്രസ്റ്റ് ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഈ ഗവൺമെന്റ് ആ ട്രസ്റ്റിന്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി സുപ്രീം കോടതിയുടെ റൂളിംഗ് പ്രകാരം എന്നല്ലാതെ അതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതിന്റെ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബുക്ക് കീപ്പിംഗ്, അതിന്റെ ക്യാഷ് കൗണ്ടിങ്, അസറ്റ് മാനേജ്മെന്റ്, ഇതെല്ലാം ട്രസ്റ്റീസ് ആണ് ചെയ്യുന്നത്. അവിടെ ട്രസ്റ്റ് ഹയർ ചെയ്യുന്ന സ്റ്റാഫാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്കൊരിക്കലും സംഘത്തിനെ കുറ്റം പറയുക അല്ലെങ്കിൽ BJP കുറ്റം പറയുക, അല്ലെ BJPക്കാർക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നം എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നതാണ്, കാരണം ഇതിന്റെ ട്രസ്റ്റിന്റെ കീഴിലുള്ള വീഴ്ചകളെ നമുക്ക് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. ട്രസ്റ്റിന്റെ കീഴിൽ സംഭവിച്ച വീഴ്ചകളെ ചോദ്യം ചെയ്യാനുള്ള നമുക്ക് ഇന്ന് കഴിയുന്നത് പോലും അതൊരു ട്രസ്റ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ നേരെ മറിച്ച് ശബരിമലയിൽ ബോർഡിലെ ചില സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള ആളുകളെ നമ്മളിപ്പോൾ കാണുന്നത്, അവരെ അങ്ങ് തള്ളിവിടുകയാണ്. ഓക്കെ, ഇത് സ്കേപ്പ് ഗോട്ടാണ്, പക്ഷെ അതിന്റെ മുകളിലിരിക്കുന്ന ഈ കൊള്ളയുടെ ഭാഗമായിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ റോട്ടിന്റെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു വലിയ പൊളിറ്റീഷ്യൻ ഒരു പക്ഷേ ഈ ചർച്ച കണ്ട എവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. അല്ല, അപ്പൊ അവിടെ സ്കേപ്പ് ഗോട്ടും അല്ല, അവിടെയുള്ളത് സ്കേപ്പ് ഗോട്ടല്ല, അവിടെയുള്ളത് ബലിയാടുകളല്ല, അവിടെയുള്ളതെല്ലാം സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. അതായത് രാമക്ഷേത്രത്തിൽ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ കുറ്റക്കാർ. അവിടെ അവർ ബലിയാടുകളല്ല, അവർ തന്നെയാണ് കുറ്റക്കാർ. അതിന് മുകളിൽ ഈ പറയുന്ന വൻതോക്കുകളൊന്നും ഇല്ല എന്നാണ് മിഥുൻ പറയുന്നത്. അല്ല, എത്ര സമയം എടുത്തു ആ ട്രസ്റ്റിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ പുറത്തു വരാൻ? ദിവസങ്ങൾ മാത്രം, അറിയില്ല, ചില മാസങ്ങൾ മാത്രം. പക്ഷേ ശബരിമലയിലെ കൊള്ള എത്ര കാലം നടന്നു? അപ്പൊ അത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനെ ന്യായീകരിക്കല്ലോ, എനിക്ക് ന്യായീകരിക്കേണ്ട ഒരു ഞാൻ പറഞ്ഞ ചമ്പത്ത് റായ് സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല മിഥുൻ, ഹൂ ഇസ് ചമ്പത്ത് റായ്? ആരാണ് അയാൾ? അദ്ദേഹത്തിൻ്റെ സംഘപരിവാര ബന്ധം എന്താണ്? അദ്ദേഹം RSSന്റെ പ്രചാരകനായിരുന്നോ? VHPയുടെ പ്രവർത്തന നേതാവായിരുന്നോ? അദ്ദേഹം എങ്ങനെയാണ് ആ ട്രസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? സംഘവുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ സംഘപരിവാർ അത്ര സംഘടന ഇന്ത്യയിലുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. RSSനാണെങ്കിൽ മെമ്പർഷിപ്പും ഇല്ല, വേണമെങ്കിൽ RSSന് ആരും ഇല്ല എന്ന് പറയാം. അല്ല, CPM ഭരിക്കുന്ന കാലത്തുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിമാരപ്പാരാ ഭയങ്കര ഭക്തന്മാരാണോ?